സ്റ്റുഡൻസ്, ഇന്ന് +1 ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇതുവരെ നിങ്ങൾ പഠിക്കാത്ത ഒരു പുതിയ ടോപ്പിക്കാണിത്. എന്താണ് സെറ്റ് എന്ന് നമുക്ക് നോക്കാം. സെറ്റ്സ്. എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. സെറ്റ്സ് ആർ യൂഷ്വലി ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എ, ബി, സി, എക്സ്, വൈ, എക്സെട്ര. അതായത് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അങ്ങനെയുള്ള വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സിനെ നമ്മൾ പറയുന്ന പേരാണ് സെറ്റ്. സെറ്റ് ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇഫ് എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ സെറ്റ് എ, വി റൈറ്റ് എ ബിലോങ്സ് ടു എ. അതായത് എ എന്ന് പറയുന്നത് സെറ്റ് എയിലെ ഒരു എലമെൻ്റ് ആണ് എങ്കിൽ നമ്മളതിനെ എഴുതുന്നത് ഇങ്ങനെയാണ്: എ belongs to A. If B is not an element of A, we write B not belongs to A. അത് B എന്ന് പറയുന്നത് സെറ്റ് എയിലെ എലമെൻറ്റ് അല്ല എങ്കിൽ നമ്മളതിനെ എഴുതുന്നത് ഇങ്ങനെയാണ്: B not belongs to A. There are two methods to represent a set. The first one, roster or tabular form. In this method, all the elements of a set are listed and the elements are separated by commas. Consider an example. The set of all vowels in the English alphabet is represented as set A, E, I, O, U. നമുക്കറിയാം, ഇംഗ്ലീഷ് ആൽഫാബറ്റിലെ വവൽസ് എ, ഇ, ഐ, ഒ, യു എന്നിവയാണ്. നമ്മളതിനെ ലിസ്റ്റ് ചെയ്യുന്നു, കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു, ഈ ഒരു ബ്രാക്കറ്റ് ഉപയോഗിക്കുന്നു. സെക്കൻഡ് മെത്തേഡ്, സെറ്റ് ബിൽഡർ ഫോം. ഹിയർ ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ് പൊസസ് എ സിംഗിൾ കോമൺ പ്രോപ്പർട്ടി വിച്ച് ഈസ് നോട്ട് പൊസസ്ഡ് ബൈ എനി എലമെൻറ്റ് outside the set. Then consider an example. Let A equal to set A, E, I, O, U. നമുക്കറിയാം, ഇതെല്ലാം ഇംഗ്ലീഷ് ആൽഫാബറ്റിലെ വവൽസ് ആണ്. നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതിയിരിക്കുന്നതാണ് ഇവിടെ. സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതുമ്പോൾ നമ്മളവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ്. ഇത് എല്ലാ എക്സുകളുടെയും സെറ്റാണ്. സച്ച് ദാറ്റ് ഈ എക്സ് എന്ന് പറയുന്നത്, അതായത് ഇതിലെ ഓരോ എലമെൻറ്റും, അതാണ് ഈ എക്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഓരോ എലമെൻറ്റും ഇംഗ്ലീഷ് ആൽഫാബറ്റിലെ ഒരു വവലാണ്. നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്: എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫാബറ്റ്. ബി ഈക്വൽ ടു സെറ്റ് 1, 2, 3, etc. We know that these elements are natural numbers. 1 മുതൽ അത് ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്നു. ഇതെല്ലാം നാച്ചുറൽ നമ്പേഴ്സാണ്. നമ്മളതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. അതായത് ഇവിടെ നമ്മൾ ഒരു എക്സ് മാത്രമായിട്ട് ഇതിനെ പറയുകയാണ്. ഈ എക്സിൻ്റെ പ്രത്യേകത, എക്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ നാച്ചുറൽ നമ്പർ. ദാറ്റ് ഈസ് വി റൈറ്റ് B equal to set of all x such that x is a natural number. ഇപ്പോൾ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് 2 മാർഗങ്ങളാണുള്ളത്: റോസ്റ്റർ ഫോം ആൻഡ് സെറ്റ് ബിൽഡർ ഫോം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസ് വേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.